Okay. Theorem. Theorems on vector calculus, module 2. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന തിയറം ഗ്രീൻസ് തിയറാണ്. ഗ്രീൻസ് തിയറം. സെക്കൻഡ് സ്റ്റോക്സ് തിയറം. ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം. മൂന്നാമത്തെ ഗോസ് ഡൈവേർജൻസ് തിയറം. ഗോസ് ഡൈവേർജൻസ് തിയറം. ഈ മൂന്ന് തിയറംസും അതിന്റെ പ്രോബ്ലംസും ആണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ചെറിയ മോഡ്യൂളാണ്, പക്ഷെ പ്രോബ്ലംസ് കുറച്ച് ലെങ്തി ആണ്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു എന്ന് വരും കംപ്ലീറ്റ് ആവാൻ. കുറച്ച് ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ, പക്ഷെ എല്ലാ പ്രോബ്ലംസും ഭയങ്കര ലെങ്തി പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ. ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഗോസ് ഡൈവേർജൻസ് തിയറം. ഓക്കെ. ഈ മൂന്ന് തിയറംസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻസ് തിയറാണ്. ഓക്കെ. ഗ്രീൻസ് തിയറം. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഗ്രീൻസ് തിയറം എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. ലെറ്റ് R capital R be a simply connected domain. Simply connected domain. ഇതിൽ ഓരോ ടേമും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നത്തിങ് ടു ഡിഫിക്കൽട്ട്. സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ അല്ലെങ്കിൽ സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ എഴുതിയാലും മതി. സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ രണ്ടും ഒരേ അർത്ഥമാണ്. ഡൊമൈൻ എഴുതിയാലും, ഡൊമൈൻ എന്നുള്ളത് പ്യുവർ ഒരു മാത്തമാറ്റിക്കൽ വേർഡാണ്. പ്ലെയിൻ റീജിയൻ എന്ന് പറയുമ്പോൾ അതൊരു മാത്തമാറ്റിക്കൽ വേർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ബെറ്റർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്ലെയിൻ റീജിയൻ. സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ. Plane region whose boundary is a simple closed piecewise smooth curve. Capital C, piecewise smooth curve, capital C, oriented counterclockwise. ഇതിൽ ഓരോ ടേമും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുക്കുക. കൗണ്ടർ ക്ലോക്ക്വൈസ്. if m of x comma y and n of x comma y are continuous and have continuous first partial derivatives. Have continuous first order partial derivatives. Continuous first order partial derivatives on some set
on some set containing R, containing R, capital R, containing capital R, then integral over C, integral over C, m of xy dx plus n of xy dy equal to double integral over R, double integral over R, dou n by dou x minus dou m by dou y dA, dou n by dou x minus dou m by dou y dA. സോ ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ പരീക്ഷയ്ക്ക് ചോദിക്കുക റൈറ്റ് ഡൗൺ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്രീൻസ് തിയറം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗ്രീൻസ് തിയറം എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഇത്രയും എഴുതണം. ഓക്കെ, ഇത്രയും നിങ്ങൾ കാണാതെ പഠിച്ച് എഴുതണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ഗ്രീൻസ് തിയറം അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗ്രീൻസ് തിയറം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വിത്ത് റിക്വയർഡ് ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറയും. സോ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ഇനി ഇതെന്താണ് തിയറം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് ക്ലിയർ ടു എവരിവൺ ദിസ് വൺ? ഏതെങ്കിലും എഴുതിയത് ക്ലിയർ ആവാതെ ഉണ്ടോ? അങ്ങനെ എഴുതിയതെല്ലാം ക്ലിയർ അല്ലേ? എല്ലാവരും എഴുതിയെടുത്തോ? ക്ലിയർ ആണ് സർ. ഓക്കെ. സോ ഇവിടെ നമുക്ക് അറിയാത്ത കുറച്ച് പുതിയ മാത്തമാറ്റിക്കൽ ടേംസ് വന്നിട്ടുണ്ട്. ആ ടേംസിനെ കുറിച്ചാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ. എന്താണ് സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ എന്ന് പറയുന്നത്? ഇപ്പൊ പ്ലെയിൻ റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്ലെയിനിലെ ഒരു പെർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ പ്ലെയിൻ റീജിയൻ. ഇപ്പൊ ഒരു സർക്കിളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാംഗിളോ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പോർഷൻ ഓഫ് എ പ്ലെയിൻ ആണ് പ്ലെയിൻ റീജിയൻ എന്ന് പറയുന്നത്. സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞാലോ, സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കർവ് ആയിരിക്കും. അതായത് ഇപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് സിംപ്ലി കണക്റ്റഡ് അല്ല, നമ്മൾ 8 പോലെ എഴുതി. ഇതും ഒരു പ്ലെയിൻ റീജിയൻ ആണ്, പക്ഷെ ഇത് സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം ഇത് രണ്ട് റീജിയൻസിനെ കണക്ട് ചെയ്തിരിക്കുക, ഒറ്റ റീജിയനെ കണക്ട് ചെയ്തിട്ടല്ല എന്ത് കിട്ടിയിട്ടുള്ളത്, ഈ കർവ് കിട്ടിയിട്ടില്ല. അപ്പൊ ദിസ് ഇസ് നോട്ട് എ സിംപ്ലി കണക്റ്റഡ്. സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബൗണ്ടഡ് ബൈ എ സിംഗിൾ റീജിയൻ. ഒറ്റ സിംഗിൾ റീജിയൻ, സിംഗിൾ കർവ്, ഒരു സിംഗിൾ കർവുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ രണ്ട് റീജിയൻസ് തമ്മിൽ യോജിപ്പിച്ചതായിരിക്കില്ല, ഒറ്റ അത് രണ്ട് റീജിയൻസ് തമ്മിലെ കണക്ട് ചെയ്തതായിരിക്കില്ല സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. സിംപ്ലി കണക്റ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റീജിയൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു റീജിയൻ ആണ് ആർ. ആർ എന്ന് പറഞ്ഞാൽ സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ. സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബൗണ്ടഡ് ബൈ എ സിംഗിൾ കർവ്. ഓക്കെ, ഒരു സിമ്പിൾ കർവുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള റീജിയൻ ആയിരിക്കും സിംപ്ലി കണക്റ്റഡ് റീജിയൻ. അത് രണ്ട് ഡിഫറെന്റ് റീജിയൻസിനെ ബന്ധിപ്പിച്ചതായിരിക്കില്ല. ഓക്കെ, രണ്ട് റീജിയൻസിനെ ബന്ധിപ്പിച്ചിട്ട് കിട്ടിയിട്ടുള്ള റീജിയൻ ആയിരിക്കില്ല, ഒറ്റ സിംഗിൾ റീജിയൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ. ആ സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറി ആണ് സി. ബൗണ്ടറി ആണ് സി. സിയുടെ പ്രത്യേകത, സി ഒരു സിമ്പിൾ കർവ് ആയിരിക്കും. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ അത് അതിനെ തന്നെ ക്രോസ് ചെയ്ത് പോകരുത്. ഇപ്പൊ 8 എഴുതി കഴിഞ്ഞാൽ ഇത് അത് അതിനെ തന്നെ ക്രോസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റാർ, ഇതൊക്കെ അതിനെ ക്രോസ് ചെയ്ത് പോണതാണ്. അപ്പൊ അങ്ങനെ ഒരു കർവ് അതിനെ തന്നെ ക്രോസ് ചെയ്താൽ അത് സിമ്പിൾ കർവ് അല്ല. അങ്ങനെ ക്രോസ് ചെയ്യാതെ പോകുന്നത് ഇപ്പൊ സർക്കിളോ സ്ക്വയറോ ട്രയാങ്കിളോ ഒക്കെ സിമ്പിൾ കർവ്സ് ആണ്. അതായത് അതൊരിക്കലും അതിനെ ക്രോസ് ചെയ്ത് മറികടന്ന് പോവില്ല. സോ അങ്ങനത്തെ കർവുകളെയാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ കർവ്സ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സെയിം ആയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ എത്തും, അവിടെ തന്നെ തിരിച്ചെത്തും. സോ ദാറ്റ് ഈസ് ക്ലോസ്ഡ്. പീസ് വൈസ് സ്മൂത്ത് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്പ്, ഓരോ റീജിയനിലും കർവ് സ്മൂത്ത് ആയിരിക്കും. അതായത് ഇപ്പൊ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇങ്ങനെ വളരെ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല, ഷാർപ്പ് എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല. അതാണ് സ്മൂത്ത് കർവ് എന്ന് പറയുന്നത്. വളരെ സ്മൂത്ത് ആയിരിക്കും ഓരോ പോർഷനും, ആ കർവിന്റെ ഓരോ പോർഷനും സ്മൂത്ത് ആയിരിക്കും. അതാണ് പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയുന്നത്. ഓരോ പോർഷനും അതായത് ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓരോ പീസും ഷാർപ്പ് എഡ്ജസ് ഇല്ലാതെ, ഇപ്പൊ ട്രയാങ്കിൾ വരച്ചാൽ
ഇതൊരു പീസാണ്, ഇതൊരു പീസാണ്, ഇതൊരു പീസാണ്. ഈ പീസ് ഒന്നും എന്തല്ല ഷാർപ്പ് എഡ്ജസ്. പക്ഷെ ഇത് യോജിപ്പിക്കുന്ന സ്ഥലം ഷാർപ്പ് എഡ്ജ് ആവാം. പക്ഷെ കർവ് മൊത്തത്തിൽ എന്തല്ല ആ ഒരു പോർഷൻസ് ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ദാറ്റ് ഈസ് പീസ് വൈസ് സ്മൂത്ത് കർവ്. ഇതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്. നമുക്ക് ചോദ്യം തരുമ്പോൾ എല്ലാം ഇങ്ങനത്തെ കർവുകൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. പക്ഷെ നമ്മൾ ആ തിയറം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോ ടേംസും മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആറിന്റെ പ്രത്യേകത എന്താണ്? ആർ ഒരു സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ റീജിയൻ ആയിരിക്കണം. ആറിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കർവ് ആയിരിക്കണം, ക്ലോസ്ഡ് കർവ് ആയിരിക്കണം, പീസ് വൈസ് സ്മൂത്തും ആയിരിക്കണം. ഓക്കെ, മാത്രല്ല ക്ലോസ്ഡ് ആകുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് എൻഡ് പോയിന്റ് രണ്ടും സെയിം ആയിരിക്കും. ആ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സെയിം ആയിട്ടുള്ള കർവിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കർവ് എന്ന് പറയാം. സോ ക്ലോസ്ഡ് കർവിന് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം. അതായത് ഇപ്പൊ ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുന്ന് ഇതാണ് സ്റ്റാർട്ട് പോയിന്റ് എന്ന് വിചാരിക്കുക. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, ക്ലോക്ക് തിരിയണതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും, ഈ ഒരു റൈറ്റ് ടു ലെഫ്റ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് മൂവ് ചെയ്യുക. ആ ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, സിയുടെ ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ആയി. ഒരിക്കലും ഈ ഡയറക്ഷൻ നമ്മൾ ചൂസ് ചെയ്യും. ഇങ്ങനെ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഡയറക്ഷനിൽ ചൂസ് ചെയ്യും. ഇത് ക്ലോക്കിന്റെ ഡയറക്ഷൻ. നമ്മൾ എപ്പോഴും ഏത് ഡയറക്ഷനിൽ ചൂസ് ചെയ്യണം? ഈ ഡയറക്ഷനിൽ വേണം ചൂസ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക്. അപ്പൊ നമ്മൾ എടുക്കുന്ന റീജിയൻ ആർ എന്ന് പറയുന്നത് ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആയിരിക്കണം. അതിന്റെ ബൗണ്ടറി സിമ്പിൾ ക്ലോസ്ഡ് പീസ് വൈസ് സ്മൂത്ത് കർവ്, ഓറിയന്റേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് സ്കേലാർ ഫംഗ്ഷൻസ് എടുക്കുക. എം ഓഫ് എക്സ് വൈയും എൻ ഓഫ് എക്സ് വൈയും എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കണം. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കണ്ടീഷൻസ് ആണ്. ഓക്കെ, എമ്മും എന്നും കണ്ടിന്യൂസ് കർവ് ആയിരിക്കണം. എന്താണ് കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. കണ്ടിന്യൂറ്റി, ടു വേരിയബിൾ ഫംഗ്ഷൻ ലിമിറ്റിംഗ് വാല്യൂ ഫംഗ്ഷൻ വാല്യൂ സെയിം ആയിരിക്കണം എന്നുള്ള ഐഡിയ ഒക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. സോ എമ്മും എന്നും രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വിത്ത് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ്, ഇത് എന്ന് പറഞ്ഞാൽ വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ആണ്. വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രലിന്റെ ഫോം ആണിത് അല്ലെ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പോ എഫിനെ നമുക്ക് എഫ് വെക്ടർ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എം ഓഫ് എം ഐ വെക്ടർ പ്ലസ് എൻ ജെ വെക്ടർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എം ഡോട്ട് ഡി ആർ എടുക്കുക. എം ഡോട്ട് ഡി, അതായത് എഫ് ഡോട്ട് ഡി ആർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, സോ ഇറ്റ്സ് എ വെക്ടർ ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ്. ഓക്കെ, ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ. ഈ ലൈൻ ഇന്റഗ്രൽ എന്തിനോട് ഈക്വൽ ആണ്? ഈ ലൈൻ ഇന്റഗ്രൽ ഒരു ഡബിൾ ഇന്റഗ്രലിനോട് ഈക്വൽ ആണ്. ആ ഡബിൾ ഇന്റഗ്രൽ ആണ് എന്ത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ എന്ന് പറയും. ഓക്കെ, അപ്പോ ഗ്രീൻസ് തിയറം പറയുന്നത് ഒരു ലൈൻ ഇന്റഗ്രൽ ഈസ് ഇക്വാലന്റ് ടു എ ഡബിൾ ഇന്റഗ്രൽ അണ്ടർ സർട്ടൈൻ കണ്ടീഷൻസ്. ചില പ്രത്യേക കണ്ടീഷനിൽ ഒരു ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒരു ഡബിൾ ഇന്റഗ്രലിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. സോ ആരെങ്കിലും നിങ്ങളോട് ഗ്രീൻസ് തിയറം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ തിയറം വിച്ച് റിലേറ്റിംഗ് എ ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ് ടു എ ഡബിൾ ഇന്റഗ്രൽ. ഒരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറമാണെന്ത്? ഗ്രീൻസ് തിയറം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻസ് തിയറം എന്താ പറയുന്നത്? ഒരു ലൈൻ ഇന്റഗ്രലിലെ ഒരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രലിനെ ഡബിൾ ഇന്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്ന തിയറമാണ് ഗ്രീൻസ് തിയറം. ഇസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? ആ ലൈൻ ഇന്റഗ്രൽ, അതായത് വെക്ടർ ഫീൽഡ് ഓവർ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഏത് ഡബിൾ ഇന്റഗ്രലിനോട് ഈക്വൽ ആണ്? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡബിൾ ഇന്റഗ്രലിനോട് ഈക്വൽ ആണ്. ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡബിൾ ഇന്റഗ്രൽ ഏതാണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. ഇവിടെ എം എന്ന് പറയുന്നത് വെക്ടർ ഫീൽഡിന്റെ ith കമ്പോണന്റ്, എൻ എന്ന് പറയുന്നത് വെക്ടർ ഫീൽഡിന്റെ jth കമ്പോണന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഡബിൾ ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ കിട്ടും. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന കർവ്
കണ്ടെയ്ൻ ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്ന ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആയിരിക്കണം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന കർവ്, ആ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഒരു കർവ് ആയിരിക്കുമല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുക. ആ കർവ് എന്ന് പറയുന്നത് സിമ്പിൾ ക്ലോസ്ഡ് പീസ് ബൈ സ്മൂത്ത് കർവ് ആയിരിക്കണം. ഈ ഒരു സർട്ടൻ കണ്ടീഷനിൽ ഈ ദിസ് വെക്ടർ ലൈൻ ഇന്റഗ്രൽ ഓവർ എ വെക്ടർ ഫീൽഡ് ഈസ് ഇക്വാലന്റ് ടു എ ഡബിൾ ഇന്റഗ്രൽ. അതാണ് എന്ത് പറയുന്നത്, ഗ്രീൻസ് തിയറം പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? ഇസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? Yes, sir. Any doubt? Any doubt? ഇല്ല സർ. ഓക്കെ. സോ വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു വെക്ടർ ഫീൽഡ് ഉണ്ടാവും, ഒരു കർവ് ഉണ്ടാവും. ആ കർവ് ഒരു റീജിയൻ എൻക്ലോസ് ചെയ്യും. ഓക്കെ. ആ കർവ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം, പീസ് വൈസ് സ്മൂത്ത് ആയിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനിൽ ആ വെക്ടർ ഫീൽഡ് ഓവർ എ ലൈൻ ഇന്റഗ്രൽ, വെക്ടർ ഫീൽഡ് ഓവർ എ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇക്വാലന്റ് ടു എ ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കും. Equivalent to a double integral. Okay, so that is the basic idea about Green's theorem. ഇനി നമ്മൾ ഇതിന്റെ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ഗ്രീൻസ് തിയറത്തിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് ഇതില് XY വരുള്ളൂ, Z വരുമോ? ഗ്രീൻസ് തിയറം ഇൻ പ്ലെയിൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിംപ്ലി കണക്റ്റഡ് പ്ലെയിനിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പ്ലെയിനാകുമ്പോൾ രണ്ട് കമ്പോണൻസേ ഉള്ളൂ, എക്സും വൈയും ഉള്ളൂ. സ്പേസിലേക്ക് എത്തുമ്പോഴാണ് അത് മൂന്നിലേക്ക് വരിക. ഓക്കെ. സ്പേസ് നിങ്ങളുടെ സിലബസിൽ ഉണ്ടോ? ഒരു സെക്കൻഡ് ഞാനിപ്പോ നോക്കാം. സിലബസ് എന്റെ കയ്യിലുണ്ട്. ഗ്രീൻസ് തിയറം ഫോർ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഒബ്വിയസ്ലി അത് പ്ലെയിൻ റീജിയൻസ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എക്സും വൈയും കമ്പോണൻസ് വരുന്നത് മാത്രമേ പരീക്ഷയ്ക്ക് പഠിക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഗ്രീൻസ് തിയറം ഫോർ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻസ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാറുള്ളൂ. സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലെയിൻ റീജിയൻ. ഓക്കെ. സോ മൂന്ന് കമ്പോണന്റ് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാനില്ല. മൂന്ന് കമ്പോണന്റ് വരുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം, അത് ഡബിൾ ഇന്റഗ്രൽ ആയിരിക്കില്ല, അത് ട്രിപ്പിൾ ഇന്റഗ്രൽ ആവും. ഓക്കെ. മൂന്ന് വരുമ്പോഴുള്ള കുഴപ്പം, നമുക്ക് എക്സ് വൈ ഇസറ്റും കൂടെ വരും, ഒരു വേരിയബിളും കൂടെ വരും. അപ്പോൾ അത് ഡബിൾ ഇന്റഗ്രൽ അല്ല, അത് ട്രിപ്പിൾ ഇന്റഗ്രലിനോട് ഇക്വലന്റ് ആയിട്ട് മാറും. ഓക്കെ. സോ നമുക്കത് പഠിക്കാനില്ല. ഗ്രീൻസ് തിയറം പിന്നെ പ്ലെയിൻ മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ, അതായത് സിംപ്ലി കണക്റ്റഡ് പ്ലെയിൻ മാത്രമേ നമുക്ക് പഠിക്കാവുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ ഐശ്വര്യ? ഓക്കെ. സോ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ഇതാണ്. യൂസ് ഗ്രീൻസ് തിയറം. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. യൂസ് ഗ്രീൻസ് തിയറം ടു ഇവാലുവേറ്റ് integral over c x square y dx x square y dx plus x dy, x square y dx plus x dy along the triangular path, along the triangular path given in the given the region, in the given region, in the given figure. Okay, given in the following figure, given in the following figure. Figure ഇതാണ്. Okay. Okay, so that is, this point is 1, 2, and this point is 1, 0, and this point is 0, 0, and this direction. Okay, so this is our closed, simple closed curve. The closed ആണ്. നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇതേ പോയി ഇവിടെ തന്നെ എത്തി. So that is a closed curve and it is simple. Simple എന്ന് പറഞ്ഞാൽ അത് അതിനെ തന്നെ ക്രോസ് ചെയ്യുന്നില്ല, ഇവിടെ പോയി ഇങ്ങോട്ടാണ് പോയത്, ക്രോസ് ചെയ്ത് പോകുന്നില്ല. സോ ഇറ്റ് ഈസ് ഇങ്ങനെ വന്നാൽ അത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ല. ഇങ്ങനെ ഒരു കർവ് വരച്ചാൽ ദാറ്റ് കനോട്ട് ബി എ സിമ്പിൾ ക്ലോസ്ഡ് കർവ്, കാരണം ഇത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. സോ ഇതിവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ്. പീസ് വൈസ് സ്മൂത്ത് ആണ്. ഓരോ പീസും 3 പീസസ് ആണ് ഉള്ളത് ഈ കർവിന്. ആ കർവിന്റെ 3 പീസസും സ്മൂത്ത് കർവ്സ് ആണ്. ഓക്കെ, ലൈനുകളാണ്. ലൈനെല്ലാം സ്മൂത്ത് കർവ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് all the condition for Green's theorem.
നമുക്ക് പരീക്ഷയ്ക്ക് തരിക ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും. സോ നമ്മൾ വല്ലാതെ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സി. ആർ എന്ന് പറയുന്നത് ഈ സി ബൗണ്ടറി ആയിട്ട് വരുന്ന റീജിയൻ ആണ്. സി ബൗണ്ടറി ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് ഈസ് അവർ ആർ. ഓക്കെ, ദാറ്റ് ഈസ് അവർ ആർ. സോ ബൈ ഗ്രീൻസ് തിയറം നമുക്ക് ഇവിടെ എം എന്താ? എം ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ. എം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. എൻ എന്ന് പറയുന്നത് എക്സ് ആണ്. എൻ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്. എം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. സോ ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ വൈ ഡി വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എം ബൈ ഡോ എൻ ബൈ ഡോ എക്സ് അല്ലെ. ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ആണോ പ്ലസ് ആയിരുന്നു? മൈനസ് ആയിരുന്നു അല്ലെ. മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. So that is our equation. Integral over c x square y dx plus x dy equal to double integral over r dou n by dou x minus dou m by dou y dy. Okay. So ഇവിടെ നമ്മൾ dou n by dou x ഉം dou m by dou y കണ്ടുപിടിക്കണം. What is dou n by dou x? Dou n by dou x 2xy. Dou n by dou x is 2xy. അല്ല, എക്സ്ക്യൂസ് മീ, ഡോ എം ബൈ ഡോ വൈ ആണ്. സോ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ, റൈറ്റ്? എക്സ് സ്ക്വയർ, നോട്ട് 2x, ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ. നമ്മൾ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഡോ എൻ ബൈ ഡോ എക്സ് അത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ നമുക്ക് തെറ്റ് ഒഴിവാക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ ആണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ എക്സ് ആണ്. ആൻഡ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ വൈ. So this is equal to in double integral over r. Dou by dou x of x is 1 and dou by dou y of x square y is x square constant ആണ്. Dou by dou y of y is 1. So x square into 1 x square. So 1 minus x square dA. ഇനി നമുക്കിത് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ആണ്. എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലെ. എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും. ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചു. ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കും. അത് എൻട്രി ചെയ്യുന്ന റീജിയൻ അല്ലെ. റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്ന പോയിന്റ്, ലീവ് ചെയ്യുന്ന പോയിന്റ് എടുക്കുമ്പോൾ വൈയുടെ ലിമിറ്റ് കിട്ടും. അത് മൂവ് ചെയ്യിക്കുന്നത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യിക്കുമ്പോൾ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ മൂവ് ചെയ്യണം. സോ നമുക്ക് എക്സിന്റെ ലിമിറ്റ് കിട്ടും. സോ ആ ഒരു മെത്തേഡിൽ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓരോ ലൈനിന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ്. ഇതിനെ ഞാൻ C1, C2, C3 മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. C1, C2, C3. ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുണ്ടോ? എക്സ്ക്യൂസ് മീ, നോബഡി? എല്ലാവരും ഉറങ്ങണോ? യെസ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഫൈൻ. So okay, so നമ്മൾ ഓരോ ലൈനിന്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. C1ന്റെ ഇക്വേഷൻ, C1 എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0 ആണ്, നമുക്കറിയാം. പിന്നെ ഇവിടെ രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ട്, 1 0 1 2. 1 0 1 2 എന്ന് പറയുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ഈക്വൽ ടു 1 ആണ് ഈ ഇക്വേഷൻ C2 എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു 1. സോ ദിസ് ലൈൻ ഈസ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് ദിസ് ലൈൻ ഈസ് y ഈക്വൽ ടു 0 ആൻഡ് ദിസ് ലൈൻ, ഈ ലൈൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 0 0 1 2, 0 0 1 2. സോ നമ്മൾക്ക് 0 0 y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. ഇത് യൂസ് ചെയ്താൽ നമുക്ക് y യുടെ ഇക്വേഷൻ കിട്ടും.
ഇവിടെ y1 0 ആണ്, y2 2 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് y മൈനസ് 0 ബൈ 2 ഈക്വൽ ടു x മൈനസ് 1, x by 1. So y equal to 2x, y equal to 2x. So ഈ ലൈനിന്റെ ഇക്വേഷൻ y equal to 2x. ഓക്കെ, അപ്പൊ നമ്മൾ 3 ലൈനിന്റെ ഇക്വേഷൻ കിട്ടി. ഒന്ന് y equal to 0, ഒന്ന് x equal to 1, ഒന്ന് y equal to 2x. ഓക്കെ, ഇനി നമ്മൾ സാധാരണ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ ചെയ്ത പോലെ ഒരു വെർട്ടിക്കൽ ലൈൻ എടുക്കുക. വെർട്ടിക്കൽ ലൈൻ എടുക്കുന്ന സമയത്ത് ആ വെർട്ടിക്കൽ ലൈൻ എവിടെ ടച്ച് ചെയ്തിട്ടാണ് ഈ റീജിയനിലേക്ക് എൻട്രി ചെയ്യുന്നത്? എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടാണ്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0. അപ്പൊ y-യുടെ ലിമിറ്റ് y ഈക്വൽ ടു 0. ഇനി എവിടെ ടച്ച് ചെയ്തിട്ടാണ് ഇത് പുറത്തേക്ക് പോണത്? ഈ ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ്, C3യിൽ ടച്ച് ചെയ്തിട്ടാണ്. C3യുടെ ഇക്വേഷൻ y ഈക്വൽ ടു 2x ആണ്. സോ വാട്ട് അബൌട്ട് y-യുടെ ലിമിറ്റ്? y-യുടെ ലിമിറ്റ് 0 ടു 2x. ഇത് മാറ്റിയാണ്, y ഈക്വൽ ടു 0 ടു 2x. y equal to 2x. y equal to 0 to 2x. y-യുടെ ലിമിറ്റ് 0 to 2x. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ റീജിയണിലെ xy ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. ഒരു റീജിയണിലെ xy ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എയ്തർ വി ക്യാൻ ചൂസ് വെർട്ടിക്കൽ ലൈൻ ഓർ വി ക്യാൻ ചൂസ് ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടെ ഞാൻ വെർട്ടിക്കൽ ലൈൻ ആണ് ചൂസ് ചെയ്തത്. വെർട്ടിക്കൽ ലൈൻ ചൂസ് ചെയ്യുമ്പോൾ y-യുടെ ലിമിറ്റ്സ് ആണ് വേരിയബിൾ ആയിട്ട് വരിക. സോ ഇവിടെ y-യുടെ ലിമിറ്റ്സ് കിട്ടുക, ഒന്ന് എക്സ് ആക്സിസിലായി ടച്ച് ചെയ്തിട്ടാണ് y റീജിയണിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0 ആണ്. സോ ലോവർ ലിമിറ്റ് ഈസ് 0. ഇനി ഈ ലൈനിൽ C3 എന്ന് പറഞ്ഞ ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ റീജിയണിൽ നിന്ന് ഈ വെർട്ടിക്കൽ ലൈൻ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ C3 എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 2x ആണ്. സോ y-യുടെ അപ്പർ ലിമിറ്റ് 2x ആയിരിക്കും. ഓക്കെ, ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. യെസ്, ഇനി നമുക്ക് ഈ എക്സിന്റെ ലിമിറ്റ് കിട്ടാൻ ഈ വെർട്ടിക്കൽ ലൈൻ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ മൂവ് ചെയ്യിക്കണം അല്ലെ? ഈ മൊത്തം റീജിയൻ കവർ ചെയ്യണമെങ്കിൽ ഈ വെർട്ടിക്കൽ ലൈൻ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ മൂവ് ചെയ്യിക്കണം. ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0 ആണ്. സോ ലോവർ ലിമിറ്റ് ഈസ് 0. ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 1 ആണ്. സോ അപ്പർ ലിമിറ്റ് ഈസ് 1. സോ 0 to 1, 0 to 2x, 1 minus x square. ഫസ്റ്റ് ലിമിറ്റ് y-യുടെ ആണ്. സോ ഇറ്റ് ഈസ് dy dx. ഓക്കെ, ഇത് ചെയ്യാ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1നെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാ. സോ ഇറ്റ് ഈസ് y. എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ x സ്ക്വയർ y. ലിമിറ്റ് 0 to 2x dx. ഓക്കെ, ഇത് എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുക്കൂ. നമുക്കിത് മാറ്റി കളയണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Any doubt? Sayuj, are you here? Yes, sir. മനസ്സിലാവുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, അംദാൻ, ആർ യു ഹിയർ? യെസ് സർ. ഫോളോ ചെയ്യാൻ പറ്റുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ആക്കോ, ഒന്ന് മുഖം കാണാൻ വേണ്ടിട്ട്. കുറെ ദിവസമായി അംദാനെ കണ്ടിട്ടേ. അംദാന്റെ ആ ചിരി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. പിന്നെ കണ്ട പോരാ സാർ. എന്താണ് ക്ലാസ്സിൽ ഇരിക്കുന്നല്ലേ? ആണ്. പിന്നെന്താ പ്രശ്നം? എന്താ മുങ്ങിയെന്ന് തോന്നണേ? ഇല്ല സാർ, ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ. മനസ്സിലാവുണ്ടോ? ക്ലാസ് എടുക്കണൊക്കെ മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. നമ്മളപ്പോ ഇനി നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഫൈനൽ ആൻസർ വരിക.
സോ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 അപ്പർ ലിമിറ്റ് കൊടുക്കുക, വൈക്ക് സ്ഥാനത്ത് 2x, സോ 2x മൈനസ് ഇവിടെ വൈക്ക് സ്ഥാനത്ത് 2x കൊടുക്കുമ്പോൾ x സ്ക്വയർ ഇൻറ്റു 2x ക്യൂബ് വരും, മൈനസ് വൈക്ക് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 0 0 ആയിട്ട് വരും. സോ 2x മൈനസ് 2x ക്യൂബ് dx. ഓക്കെ, ഇനി ഇത് 2x ഇന്റഗ്രേറ്റ് ചെയ്യുക, 2x സ്ക്വയർ ബൈ 2 വരും. 2x ക്യൂബിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x റേസ് ടു 4/4 വരും. ലിമിറ്റ് 0 to 1. സോ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യുക, ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യുക. സോ ഇറ്റ് ഈസ് 1 മൈനസ് 1/4, 1/2, 1 മൈനസ് 1/2. മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 0 ആയിട്ട് പോകും. ആൻസർ ഈസ് 1/2. ഓക്കെ, സോ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റേത് നമ്മൾ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാതെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം C1ന്റെ ലൈൻ ഇന്റഗ്രൽ കാണണം. C1ന്റെ ലൈൻ ഇന്റഗ്രൽ കാണുമ്പോൾ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. C1ന്റെ അതായത് വെക്ടർ ഇക്വേഷൻ. C1ന്റെ വെക്ടർ ഇക്വേഷൻ കാണാൻ ഇവിടെ 0 0 ആണ്, ഇവിടെ 1 0 ആണ് അല്ലെ? അപ്പൊ നമ്മൾ y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു t, x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു t എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് പാരാമെട്രിക് ഇക്വേഷൻ കാണണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോർമുലയുള്ള ലൈൻ ഇന്റഗ്രൽ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് C1 കിട്ടും. അടുത്തത് C2 കണ്ടുപിടിക്കണം. C2 കാണുമ്പോൾ ഇതേ മെത്തേഡിൽ ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കാണണം. അതിനുശേഷം അത് കണ്ടുപിടിക്കുക. പിന്നെ C3 കാണണം. C3 കാണുന്ന സമയത്ത് ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുക്കുക. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈൻ ഇന്റഗ്രലിന്റെ ടോട്ടൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ 3 ഇന്റഗ്രൽ കണ്ടിട്ട് സം ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ ഗ്രീൻസ് തിയറം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒറ്റ ഇന്റഗ്രലില് അത് ഡബിൾ ഇന്റഗ്രൽ ആക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ അതാണ് ഗ്രീൻസ് തിയറത്തിന്റെ അഡ്വാൻറ്റേജ്. ഗ്രീൻസ് തിയറം നമ്മളിങ്ങനെ സിമ്പിൾ ക്ലോസ്ഡ് കർവുകൾ വരുന്ന സമയത്ത്, പീസ് വൈസ് സ്മൂത്ത് കർവുകൾ വരുന്ന സമയത്ത് ഗ്രീൻസ് തിയറം നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ ഉപയോഗിക്കും. അതായത് ഒറ്റ ഡബിൾ ഇന്റഗ്രലിൽ നമുക്ക് ആൻസർ കിട്ടും. മറ്റേത് നമ്മൾ 3 ലൈൻ ഇന്റഗ്രൽ ചെയ്തിട്ട് സം ചെയ്യേണ്ടി വരും. ഇപ്പോ സ്ക്വയർ ഒക്കെ ആവുമ്പോൾ നമ്മൾ 4 എണ്ണം ചെയ്യണം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പൊ നമ്മൾ C1 C2 C3 C4 എടുക്കണം. അപ്പൊ നമ്മൾ 4 ലൈൻ ഇന്റഗ്രൽ കാണണം. ആദ്യം ഈ ലൈൻ കാണണം, പിന്നെ ഈ ലൈൻ കാണണം, പിന്നെ ഈ ലൈൻ കാണണം, പിന്നെ ഈ ലൈൻ കാണണം. അങ്ങനെ 4 എണ്ണം കണ്ടിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ലൈൻ ഇന്റഗ്രൽ കിട്ടുക. പക്ഷെ നമ്മൾ ഗ്രീൻസ് തിയറം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റീജിയൻ R എടുക്കുക. ഓക്കെ, ഈ ആറിന്റെ ഡബിൾ ഇന്റഗ്രൽ എടുക്കുക, XY ലിമിറ്റ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ഈസി ആയിട്ട് ആൻസർ കാണാം. സോ ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഗ്രീൻസ് തിയറം. ഓൾ ഓഫ് യു ആർ ഹാപ്പി? മനസ്സിലാവുണ്ടോ? സോ ഗ്രീൻസ് തിയറത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലായോ? യെസ്, വെരി ഗുഡ്. അതായത് സാധാരണ നമ്മൾ ഓരോ ലൈൻ ഇന്റഗ്രലിൽ ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് 4 ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ ആ 4 ബൗണ്ടറിയുടെയും ലൈൻ ഇന്റഗ്രൽ കണ്ടിട്ട് ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടുക. പക്ഷെ ഗ്രീൻസ് തിയറം പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ഡബിൾ ഇന്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അതായത് ആ റീജിയന്റെ ഈ XY ലിമിറ്റ്സ് കാണാം. XY ലിമിറ്റ്സ് കാണാനൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വളരെ ഹാർഡ് ആയിട്ടുള്ള റീജിയൻസ് ഒന്നും ഈ സെക്ഷനിൽ വരില്ല. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ഡബിൾ ഇന്റഗ്രൽ കുറെ ഡബിൾ ഇന്റഗ്രൽ നമ്മൾ ചെയ്തിരുന്നു അല്ലെ? ലിമിറ്റ് കാണുന്ന പ്രോബ്ലംസ് അത്ര ടഫ് ആയിട്ടുള്ളതൊന്നും ഇവിടെ വരില്ല. ഇവിടെ വരുന്ന എല്ലാ റീജിയൻസും സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ് ആയിരിക്കും. അപ്പൊ സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ് ആയതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ് ഈ ഫോമിലാണ് മാക്സിമം വരുള്ളൂ. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ലിമിറ്റ് കാണാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ഇന്ന് ഞാൻ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് കുറെ കുട്ടികൾ ആബ്സെന്റ് ആണ്, കുറെ പേര് വർക്ക്ഷോപ്പിന് പോയിട്ടുള്ളതുകൊണ്ട്. സോ അവർക്ക് വേണ്ടി ഞാൻ റെക്കോർഡഡ് വീഡിയോ ഷെയർ ചെയ്യും. ഇന്നലത്തെ ക്ലാസിന്റെ റെക്കോർഡഡ് വീഡിയോ മിസ്സായി പോയി, സോറി, ക്ഷമിക്കണം എല്ലാവരും. അതിന്റെ റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരാം. ആവശ്യമാണെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവേണ്ടതാണ്. അങ്ങനെ ഹാർഡായിട്ടുള്ള ഒന്നും ഇന്നലെ എടുത്തിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇന്ന് മിസ്സായ ആൾക്കാർക്ക് അത് കേൾക്കാൻ പറ്റും. ഓക്കെ, സോ
നമുക്ക് അറ്റൻഡൻസ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ വരണമെന്നില്ല. കാരണം ഇനിയിപ്പോ ക്ലാസ് ഇല്ല, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, കുട്ടികൾ കുറവായതുകൊണ്ടാണ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഫൈൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലാത്തവർക്ക് എക്സിറ്റ് അടിച്ചിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ.